ഒരു കിഴി പൊറോട്ട റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, അരമുറി തേങ്ങയുടെ പാല്, തിക്കായിട്ടുള്ള പാലാണ് എടുത്തേക്കുന്നത്, ഒന്നാം പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3, 4, 5 വാഴയില, 4 വാഴയിലോളം എടുത്തെന്ന് തോന്നുന്നു. ഞാനൊരു തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് വെച്ച് 4 പൊറോട്ട എടുത്തേക്കുന്നത് ഞാനിവിടെ. ആദ്യം ഒരു പൊറോട്ട വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഒന്ന് കുതിരത്തക്ക രീതിയിൽ ആ പൊറോട്ട ഒന്ന് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഒരു ഗ്രേവി വരത്തക്ക രീതിക്ക് ഞാൻ ആ പാലൊഴിച്ചു. അതിന് ശേഷം ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി ഞാൻ ഇച്ചിരി തിക്കായിട്ടാണ് എടുത്തേക്കുന്നത്. അതിന് ശേഷം ഞാൻ സവാള കുത്തിയരിഞ്ഞത് അതിൻ്റെ മുകളിൽ വിതറി. ശേഷം ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വിതറി. അതിൻ്റെ മുകളിലേക്ക് 2 പച്ചമുളകും വെച്ചു. അതിന് ശേഷം കറിവേപ്പില വെച്ചിട്ട് വീണ്ടും ഒരു പൊറോട്ട വെച്ചു. പൊറോട്ട വെച്ചിട്ട് വീണ്ടും അത് ആദ്യം ചെയ്തതുപോലെ തന്നെ തേങ്ങാപ്പാൽ, സവാള, ക്യാരറ്റ്, ചിക്കൻ കറി, പച്ചമുളക്, കറിവേപ്പില എന്നിങ്ങനെ ലെയറായിട്ട് ആ 4 പൊറോട്ട അങ്ങനെ വിതറി. ബാലൻസ് ഇരുന്ന തേങ്ങാപ്പാൽ ഞാൻ ഏറ്റവും മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു. ഒരു ഗ്രേവി കുറച്ച് കൂടുതൽ ഇപ്പോൾ ക്യാരറ്റോ സവാളയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു ചിക്കൻ്റെ ആ ഗ്രേവിയും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പം കഴിച്ചു പോകും. ആ ഒരു രീതിയിൽ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് കിട്ടുന്നത് ചിക്കൻ ആ ഒരു കിഴിപ്പൊറോട്ടയ്ക്കകത്ത്. അതിന് ശേഷം ഇതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു വാഴയിലയുടെ ഒരു ശകലം കട്ട് ചെയ്തെടുത്തിട്ട് മുകളിൽ പൊതിഞ്ഞ് വെച്ചതിന് ശേഷമാണ്, ഒന്ന് മൂടി വെച്ചതിന് ശേഷമാണ് ഞാനത് ചിക്കന് ആ ഒരു പൊറോട്ട മുഴുവനും പൊതിഞ്ഞെടുത്തത്. അതിന് മുകളിലേക്ക് ആ വാഴയില വെച്ച് പൊതിഞ്ഞ് ഞാൻ ചട്ടിക്കകത്തിൽ തന്നെ വെച്ച് എടുത്തതെന്ന് പറയാം. ചട്ടിക്കകത്തിലാകുമ്പോൾ അത് പൊതിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ആ ഒരു കുഴി പോലെ ഇരിക്കുന്നതിനകത്ത് വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ എടുക്കുന്നതിന് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചട്ടിയിൽ തന്നെ വെച്ച് കിഴിപ്പൊറോട്ട ആക്കാനായിട്ടായിരുന്നു നോക്കിയത്. പക്ഷേ എൻ്റെ ചട്ടിയുടെ അടിവശം കുറച്ച് പൊട്ടിയതായതുകൊണ്ട് എനിക്കത് തീ കയറുന്നൊരു ഫീൽ വന്നു. ഞാനതുകൊണ്ട് അതിൽ നിന്ന് മാറ്റി പിന്നെ ഞാൻ ഇഡ്ഡലി കുക്കറിനകത്തിലോട്ട് വെച്ച് കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിന് മുകളിലൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് വെച്ചത്. എന്ന് വെച്ചാൽ ആ ഇഡ്ഡലി തട്ടിനകത്തിലെ വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ പ്ലേറ്റിനകത്തിൽ വെച്ച് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമും 5 മിനിറ്റ് ലോ ഫ്ലെയിമുമായിട്ടാണ് ഞാൻ വെച്ച് ഇല ഇങ്ങനെ മൂടി ഇങ്ങനെ തുറന്നപ്പം നല്ല ആ ഒരു തേങ്ങാപ്പാലിൻ്റെയും ചിക്കൻ്റെ ഗ്രേവിയുടെയും വാഴയിലക്കകത്തിലിരുന്ന് പൊതിഞ്ഞ് ആവിക്കകത്ത് വെന്തതിൻ്റെ ആ ഒരു നല്ല മണം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ ചൂടോടെടുത്ത് കഴിക്കാൻ തോന്നുന്ന അത്രയും ഒരു ഫീലിലുള്ളൊരു മണമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിക്കൻ കറിയൊക്കെ ഉള്ള സമയത്ത് 4 പൊറോട്ടയും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു തുറന്നപ്പോൾ ഉള്ള ഒരു സ്മെല്ല് അന്നേരം അതെടുത്ത് കഴിക്കാൻ തോന്നിയൊരു ഫീലായിരുന്നു. ആ ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയും തേങ്ങാപ്പാലും എല്ലാം കൂടെ കുതിർന്ന് ആവിക്കകത്തിൽ ആ ഇലക്കകത്ത് വാഴയിലയുടെ ആ ഒരു സ്മെല്ലും കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ ആയി നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ പൊറോട്ട കിഴിപ്പൊറോട്ട വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഴിപ്പൊറോട്ട അങ്ങനെ റെഡിയായി. അടിപൊളി.